ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗൾഫിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടാണ്. എന്താ പറയുക, നമ്മൾ പോകുന്ന അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇത്. അന്നത്തെ ദിവസം ഞാനിത് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് മാങ്ങയും കപ്പിയും എല്ലാം പാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കപ്പില് മുറിച്ചെടുക്കാൻ പറ്റുന്നില്ല. നല്ല കത്തിയുണ്ട്, നല്ല ശക്തിയുണ്ട്. ഞാനിപ്പോൾ ഇതാ എന്താ പറയുക, കത്തി വെച്ചിട്ട് ഇതുപോലെ അടിച്ചിട്ട് പൊടിച്ചെടുക്കലാണ്. ഇനിയിപ്പോൾ ഞാൻ മൊത്തത്തിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് തൊലിയെല്ലാം കളഞ്ഞെടുക്കലാണ്. ഈ ഒരു ടൈമിൽ മൻഹുണ്ട് കേട്ടോ കിച്ചണിൽ. ഞാൻ കുക്ക് ചെയ്യുന്ന ടൈമിൽ അധികവും മൻഹാനും ഹൈസാനും എൻ്റെ അരുവ തന്നെ നിർത്തലുണ്ട്. കാര്യം നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ അവർ കണ്ടുപഠിക്കും കേട്ടോ. പിന്നെ നമ്മൾ കൂടുതലായിട്ട് പണികളൊന്നും എടുപ്പിച്ചിട്ടില്ലെങ്കിലും പിന്നെന്താ അറിയില്ല, നമ്മൾ അവർ കിടന്ന ബെഡ്ഷീറ്റ് വിരിക്കുക, അവർ ഡ്രസ്സ് മടക്കി വെക്കുക, അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ പ്ലേറ്റെല്ലാം കഴുകി വെക്കുക, അതെല്ലാം ചെറുതിലെ നമ്മൾ ശീലിപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ കുക്കിങ്ങിലെല്ലാം നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ അവരെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ അവരത് കണ്ടുപഠിക്കും. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. ഇനിയിപ്പോൾ ഞാൻ കപ്പൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ടാക്കിയിട്ട് സിബ്ലോ കവറിലാക്കി വെക്കലാണ്. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ബേക്കറി സാധനങ്ങൾ വാങ്ങുമ്പം ആ ഒരു ഷോപ്പിൻ്റെ പേരേതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിനി. സോറി ഏട്ടാ, എനിക്ക് ആ ഷോപ്പിൻ്റെ പേര് ഓർമ്മയില്ല. ഞാൻ നോക്കിയിട്ടില്ല സംഭവം. ഇടയ്ക്കിടയ്ക്ക് പോവുമെങ്കിലും ഷോപ്പിൻ്റെ പേരൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇടയ്ക്കെല്ലാം ഇങ്ങനെ എപ്പോഴെങ്കിലും ഗൾഫിലെല്ലാം പോകുമ്പം അങ്ങനെ സാധനങ്ങൾ എടുക്കാൻ പോകുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഞാനിപ്പം ഗൾഫിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താ പറയുക, നാട്ടിൽ പോയി കഴിഞ്ഞാൽ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി. ഇനിയിപ്പോൾ മാങ്ങയെല്ലാം ഇങ്ങനെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചിട്ട് അതിൻ്റെ ചെനെല്ലാം കളഞ്ഞിട്ട് എന്താ പറയുക, ന്യൂസ് പേപ്പറിലാക്കിയിട്ട് പൊതിഞ്ഞ് വെക്കലാണ് കേട്ടോ. പിന്നെ പഴുത്ത മാങ്ങ കൊണ്ടുപോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിങ്ങനെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കട്ടാക്കിയിട്ട് എടുക്കലാണ്. പിന്നെ എന്താ പറയുക, മാങ്ങ പഴുപ്പിക്കാൻ വെക്കുമ്പോൾ പറിച്ച പാടന്നെ ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് മാങ്ങ അതിൽ വെച്ച് കഴിഞ്ഞാൽ കെട്ടുപോകില്ല എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ മാങ്ങ മൊത്തത്തിൽ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് കവറിലാക്കി വെക്കലാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിന് താങ്ക് യു സോ മച്ച്. എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചവരുണ്ട്. ദുബൈയിലാണ് കേട്ടോ പോകുന്നത്. പിന്നെന്താ, മുഹമ്മദിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കാണിക്കണേ, ദുബൈയിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ മൊത്തത്തിൽ എടുക്കണേ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. ഇൻഷാ അല്ലാഹ് എന്താ പറയുക, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളെ എന്താ പറയുക സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻറ്റ് അയച്ചിടാം കേട്ടോ. എന്നാലാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുക. നിങ്ങളെ കമൻറ്റും ലൈക്കും കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ഞാൻ മാങ്ങയും കൂടി ഇങ്ങനെ പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസ് ചെയ്ത് വെക്കും കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ ഒരു ചെറിയ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ രാത്രിക്കുള്ള ഫുഡ് റെഡിയാക്കാൻ പോലാണ്. അന്നത്തെ ദിവസത്തിലെ രാത്രി എന്താ പറയുക, ഒരു 12 മണിക്കാണ് നമുക്ക് ഇവിടുന്ന് പോകണ്ടേ. അപ്പോൾ ഇതാ ഞാൻ രാത്രിക്കുള്ള ഫുഡും കൂടി റെഡിയാക്കലാന്ന്. അങ്ങനെ ആകുമ്പോൾ രാവിലെ ഇക്കാക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇക്ക വരുന്നില്ല കേട്ടോ നമ്മുടെ കൂടെ. ഞാനിപ്പോൾ ഇതാ ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ പത്തിലും കൂടി ചുട്ടെടുക്കലാണ് കേട്ടോ. പിന്നെ ഈ ഒരു പത്തിൽ ചുടുന്നത് ഡീറ്റെയിൽഡായിട്ട് പറയോ ഇർഫാന, ഓടിൻ്റെ കൈ വെച്ചിട്ട് പത്തിലിടുന്ന ടൈമിൽ പുള്ളി പോകുന്ന കൈ ഇതെങ്ങനെയാണ് ചുടുന്നത് ഒന്ന് വീഡിയോയിൽ ഷെയർ ആക്കുമെന്ന് കുറേ പ്രാവശ്യം കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിന്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമല്ലേ കയ്യിൽ കുറച്ച് ഓയിൽ തടവുക, എന്നിട്ട് ഇതുപോലെ അരിമാവ് എടുക്കുക, എന്നിട്ട് ബോൾസ് ആക്കുക, എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇതുപോലെ ബോൾസാക്കി എടുക്കുക. ചെറുതായിട്ട് ആദ്യം എന്താ പറയുക, ആദ്യമെല്ലാം ചെയ്യുന്നവരാണെങ്കിലേ ചെറിയ ബോൾസാക്കി എടുക്കുക. എന്നിട്ട് ഓയിലൊന്ന് പരത്തി കൊടുക്കുക. 2 ഭാഗത്ത് ഓയിൽ വേണം. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്യുക, എന്നിട്ട് തിരിച്ചു കൊടുക്കുക. പ്രസ് ചെയ്യുമ്പം തന്നെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ച് ഇങ്ങനെ എടുക്കണം കേട്ടോ. എനിക്കിതെങ്ങനെയാണ് പറഞ്ഞിരുത്തുന്ന അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോയിൽ പറയാത്ത. നിങ്ങൾ ശ്രമിച്ച് നോക്കുക കേട്ടോ. എന്തായാലും കഴിയും. ഞാനെല്ലാം ഇതെല്ലാം ഉമ്മ ചെയ്യുന്ന കണ്ടിട്ട് പഠിച്ച കാര്യങ്ങളാണ്. ഇതുവരെ വീട്ടിൽ നിന്ന് കല്യാണം കഴിയുമ്പോൾ മുമ്പൊന്നും ഞാൻ ഇങ്ങനെ പത്തിലൊന്നും ചുട്ടിട്ടൊന്നുമില്ല. ഉമ്മ ചുടുന്ന ടൈമിൽ ഇങ്ങനെ വന്നിട്ട് ഉമ്മേൻ്റെ അരിയത്ത് ഇരുന്നിട്ട് സ്കൂളിലത്തെ കാര്യങ്ങളും ഇങ്ങളെല്ലാം പറയും. ആ ഒരു ടൈമിൽ ഉമ്മ ഇങ്ങനെ ചുടുന്നുണ്ടാവും. അതിങ്ങനെ നോക്കി പഠിച്ചതാണ്. പിന്നെ കല്യാണമെല്ലാം കഴിഞ്ഞാൽ അങ്ങനെ ഒറ്റയ്ക്ക് ചുടാൻ പഠിച്ചതാണ് കേട്ടോ. അപ്പം എന്താ പറയുക, അപ്പം നിങ്ങളിങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ എന്തായാലും ചുടാൻ പറ്റും. കൈയൊന്നും പൊള്ളൊന്നും ചെയ്യില്ല, അടിപൊളിയായിട്ട് കിട്ടും. ഇതാണ് കേട്ടോ എളുപ്പമായിട്ട് എനിക്ക് തോന്നൽ. കാരണം നമ്മൾ എന്താ പറയുക, പ്രസ്സിലെല്ലാം പരത്തി പൊടി പരത്താ, ചപ്പാത്തിയെല്ലാം ചുടുന്ന ആ ഒരു പ്രയാസം തന്നെ ഉണ്ടാവില്ല. ഇതാകുമ്പോൾ വേഗം നമുക്ക് എന്താ പറയുക പരത്തിയെടുക്കാൻ പറ്റും. ചെയ്യാത്തവർ ചെയ്ത് നോക്കുക. ദോശയെല്ലാം ചുടുന്ന അതേ എളുപ്പം ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഉള്ളി വഴന്ന ശേഷിയിൽ ഞാൻ 6-8 അല്ലി വെളുത്തുള്ളിയും 2 ഇഞ്ച് 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും 3-4 പച്ചമുളകും കൂടി ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 3 തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചിക്കൻ ഉണ്ടായിന് ഫ്രിഡ്ജിൽ, പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്യുകയൊന്നും ചെയ്യില്ല. അപ്പോൾ അതെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കുറുമ, വെജിറ്റബിളും ചിക്കനും എല്ലാം മിക്സ് ആക്കിയിട്ടുള്ള കുറുമയാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഇനിയിപ്പോൾ ഇത് പത്തിലും കൂടി റെഡിയാക്കി എടുക്കലാണ്. പത്തിലിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മുക്കണമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന്. പിന്നെ ടൈമില്ലാത്തതുകൊണ്ട് വേഗം ചുട്ടെടുക്കലാണ്. പിന്നെന്താ, അപ്പോൾ ഇത് പത്തിൽ ചുട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അതിനിടയിൽ കറിയും കൂടി കറിയിലെ ഉള്ളിയും തക്കാളിയും എല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്കില്ലേ നമുക്ക് വെജിസ് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ, അങ്ങനെ നിങ്ങൾക്ക് നമ്മൾ വെജിറ്റബിൾ കുറുമയിലെല്ലാം ഇടൂലേ, അങ്ങനത്തെ എല്ലാ വെജീസും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ടേസ്റ്റിന് വേണ്ടിക്ക് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കലാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ പത്തിലും കൂടി റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കൈയെല്ലാം കഴുകിയിട്ട് ആ പത്തിലും കൂടി അങ്ങനെ കാസ്ട്രോളിലിട്ട് വെക്കലാണ്. അപ്പോൾ ഈ ഒരു പത്തിലെല്ലാം ഭയങ്കര ഈസിയാണ് കേട്ടോ. ഈ ഒരു പത്തിൽ പൊടിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതും കുറച്ച് കട്ടിയായിട്ടാണ് പരത്തിയെടുത്ത്, നല്ലോണം നേരിയ രീതിയിലും പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ പത്തിൽ മൊത്തത്തിൽ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തേങ്ങാപ്പാലും കാഷ്യൂനട്ടില്ലേ, കാഷ്യൂനട്ട് ഒരു 10-15 വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് കുതിർത്തിട്ട് അരച്ചെടുക്കണം. തേങ്ങാപ്പാലിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ പത്തിൽ അതിൻ്റെ ഇടയിൽ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനും വെജീസ് എല്ലാം വേവുന്ന ടൈം കൊണ്ട് ഞാൻ മുളക് പൊടിയെല്ലാം ഒന്ന് പാക്കാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കലാണ്. പിന്നെ നോമ്പിന് പൊടിച്ച പൊടി തീർന്നു ഇർഫാനാന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. നോമ്പിന് ഞാൻ പൊടിച്ചിട്ടില്ല, മുളക് പൊടി പൊടിച്ചിട്ടില്ല, വാങ്ങയല്ലേ ചെയ്തിട്ടുണ്ടായിന്. ഇതിപ്പോൾ ഉമ്മക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊടിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്. പിന്നെന്താ, ഈ ഒരു മുളക് പൊടി എരിവുണ്ടാവോ ഇർഫാനാന്ന് നൗഫൽ പാലപ്പാട്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന്, നൗഫൽ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിന്. അവരെപ്പോഴും നല്ല നല്ല കമൻറ്റാണ് കേട്ടോ മാഷാ അല്ലാ, തേങ്ങച്ചോറിനെ പറ്റിയിട്ടും എല്ലാം. പിന്നെന്താ, നമുക്കില്ലേ ഈ ഒരു മുളക് ഈ ഒരു എരിവ് മതി കേട്ടോ, ഇതാണ് ഇഷ്ടം. നല്ല എരിവിൽ പൊടിക്കലില്ല നമ്മൾ. പിന്നെ മുളക് ഉണക്കാനിടുന്ന ആ ഒരു
ഭാഗം കാണിച്ചു തരാം. മല്ലി കഴുകി മുളക് കഴുകിയിട്ടില്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. മൊത്തത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ കൂടുതൽ ലെങ്തി ആവുന്നതുകൊണ്ടാണ് അങ്ങനത്തെ ഭാഗങ്ങൾ കാണിക്കാത്ത. കഴുകിയിട്ട് തന്നെയാണ് കേട്ടോ ഉണക്കാനിട്ടിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതാ കിച്ചൺ മൊത്തത്തിൽ ക്ലീൻ ആക്കണം. ഫ്രിഡ്ജിൽ ഏകദേശം ക്ലീൻ ആക്കി, കബോർഡും കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. കബോർഡ് ക്ലീൻ ആക്കിയതും കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് കാണാത്തവരാണെങ്കിൽ കണ്ടോക്കട്ടോ. ഫുള്ളായിട്ടുള്ള ഒരു പോകാനുള്ള ഒരുക്കങ്ങൾ മൊത്തം അതിൽ കാണിച്ചിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതാ ഞാൻ തേങ്ങാപ്പാലും കശുനട്ടും കൂടി അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കനും ആ ഒരു വെജിസ് എല്ലാം കുക്കായിട്ട് വന്നേരം കുറച്ച് കുരുമുളക് ഉണ്ടെങ്കിൽ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ കറി റെഡിയായി. ഇനിയിപ്പോൾ കിച്ചൺ മൊത്തത്തിൽ ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ രാത്രിക്കുള്ള ഫുഡ് കഴിക്കലാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറിയും കുറുമെല്ലാം കഴിക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും മൊത്തത്തിൽ ടേബിളിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അങ്ങനെ ഒരുമിച്ച് കഴിക്കലാണ്. ഞാനിപ്പം വീഡിയോക്ക് വേണ്ടിക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിക്ക് ഇങ്ങനെ സെർവ് ചെയ്യുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ കുറച്ച് ചിക്കനും വാടിയ വെജീസും കാര്യങ്ങളെല്ലാം ഫ്രിഡ്ജിലുണ്ടെങ്കിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി തന്നെയാണ്. ഈ ചിക്കൻ്റെ കൂടെ ഈ ഒരു ഉരുളക്കിഴങ്ങെല്ലാം കഴിക്കുമ്പം ഭയങ്കര ടേസ്റ്റി അല്ലേ. ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ. ഞാനധികം ഇങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ബാക്കി ഉണ്ടാകുമ്പം ക്യാപ്സിക്കം അടക്കം നമുക്ക് ഇതിലിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഫ്രിഡ്ജ് മൊത്തത്തിൽ ക്ലീൻ ആക്കി ഒരു പപ്പായ ഉണ്ടായിട്ടുണ്ടായിന്. അത് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തിട്ട് കേക്ക് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ഇതാ മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാനിപ്പം ഗൾഫിലെത്തിയിട്ടുണ്ട് കേട്ടോ. പുറമെ വോയിസ് ഓവർ കൊടുക്കുമ്പം പുറത്തെല്ലാവരും ഈ സൗണ്ട് കേൾക്കുന്നുണ്ടാവും, സോറി. എനിക്കിപ്പോൾ ഇതാ കിച്ചണും എല്ലാം ക്ലീൻ ആക്കി അങ്ങനെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്ത് മക്കളുടെ പെട്ടി പാക്കിങ് കാണാം കേട്ടോ. ഞാനെപ്പോഴും എൻ്റെ പാക്കിങ് അല്ലേ കാണിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെത് കാണിക്കേണ്ട മക്കളുടേത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവർ ഡ്രസ്സെല്ലാം ഞാൻ അപ്പുറം കിച്ചണിൽ ബാക്കിയുള്ള ക്ലീനിങ് എല്ലാം ചെയ്യുന്ന ടൈമിൽ അവർ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ നല്ല കോമഡിയാണ് കേട്ടോ. ഓറിങ്ങനെ പാക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ വീഡിയോ എടുത്തോട്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്ന ടൈമിൽ മൈസ ഇങ്ങനെ ഓരോരോ ഐറ്റംസും മെല്ലെ എടുത്തിട്ട് എന്താ പറയുക ആൾക്കാർ കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കും അങ്ങനെ വിചാരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക നമ്മൾ കുറേ സമയം ചിരിച്ചിട്ടും കോമഡി പറഞ്ഞിട്ടല്ലോ എന്ന് ഇതിങ്ങനെ പാക്ക് ചെയ്യുന്നത്. നല്ല രസമാണ് കേട്ടോ. ഓർക്ക് ഇങ്ങനത്തെ ഓരോ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ എന്നെ വിടലില്ല. പക്ഷേ എന്താണെന്നടി ഞാൻ വീഡിയോ എടുത്തോട്ടോ, എനിക്ക് എൻ്റെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കാണിക്കാൻ വീഡിയോ എടുക്കാനൊരു മൂഡ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ പാക്ക് ചെയ്യുന്ന ടൈം ഞാനങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പം നല്ല വിറ്റുണ്ടായിട്ടുണ്ടായി. എൻ്റെ മനയാണെങ്കിലേ കബോർഡിൽ എന്തെല്ലാം ഉണ്ട് അത് മൊത്തത്തിൽ പെട്ടിയിൽ വെക്കാമെന്നാണ് ചിന്തിക്കുക. പിന്നെ മൈസ ഈ വീഡിയോയിൽ ഈ ഭാഗങ്ങൾ ഞാൻ കുറച്ച് സ്പീഡാക്കിയതാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടോൾ എല്ലാം മെല്ലെ ആക്കിയിട്ട് കുറേ കോമഡിയെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിന്. പിന്നെ ഞാനിതെല്ലാം വേഗം സ്പീഡാക്കി എഡിറ്റ് ചെയ്യുമ്പോൾ സ്പീഡാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് അവരുടെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി ലാസ്റ്റ് നിമിഷം ഒരു എന്താ പറയുക എൻ്റെ ബാഗിൽ പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ നോക്കലാണ്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങലാണ് കേട്ടോ. ഒരു 12 മണിയായിട്ടുണ്ടാവും നമ്മൾ ഇറങ്ങാൻ വേണ്ടിക്ക്. എനിക്കിതാ പെട്ടിയും കാര്യങ്ങളെല്ലാം വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ണൂർ ടു എന്താ പറയുക ഷാർജയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന്. കാര്യം ഇപ്പോൾ ടിക്കറ്റിന് നല്ല റേറ്റ് അല്ലേ. നമ്മൾ ദുബൈയിലാണ് ശരിക്കും, പക്ഷേ ഷാർജയിൽ കുറച്ച് റേറ്റ് കുറവായതുകൊണ്ട് പിന്നെ ഷാർജയിലേക്കാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന്. ഒരാൾക്ക് 40 വരുന്നുണ്ട് ടിക്കറ്റ്. അപ്പം ഷാർജയിൽ കുറച്ച് കുറഞ്ഞിട്ട് 2000 അങ്ങനെ ഷാർജയിലേക്ക് എടുത്താലും നല്ലതാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബോർഡിംഗ് പാസ് എല്ലാം കിട്ടിക്കഴിഞ്ഞേരം മുകളിൽ വന്നിട്ടൊരു കോഫി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോഫി കഴിക്കലാണ്. ഇപ്പം 2 മണി 2:30 എങ്ങാനും ആയിട്ടുണ്ടായിന്. എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറലാണ്.
ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഷാർജ എയർപോർട്ടിലേക്ക് എത്തി കൂട്ടാൻ വന്നിട്ടുണ്ടായിന് എല്ലാവരും. ഇനിയിപ്പോൾ ഇതാ രാവിലെയാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിന്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഷാർജയിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ടുണ്ടായിന്. അപ്പം ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പം റൂമിലേക്ക് പോകലാന്ന്. അപ്പോൾ നമ്മൾ റൂം ദുബൈയിലാണ് കേട്ടോ. ലൊക്കേഷൻ പറയാനല്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിന്, കോൺടാക്ട് ഡീറ്റെയിൽസ് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. ഇൻഷാ അല്ലാ ഞാൻ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ആ റൂമിലെത്തിയിട്ടുണ്ട്. ഞാൻ വരുന്നതെന്ന് പറഞ്ഞേരില്ലേ, മുഹമ്മദ് തലേദിവസം തന്നെ ഉമ്മാൻ്റെ കൂടെ റൂമെല്ലാം അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ആ ക്ലീൻ ചെയ്തത് കാണിക്കാൻ വേണ്ടിക്ക് എനിക്ക് ഭയങ്കര ഹാപ്പി വന്നിട്ടുണ്ടായിട്ടുണ്ടായിന്. എനിക്കും മൈസക്കും മൻഹക്കും എന്താ പറയുക റൂമെല്ലാം ക്ലീൻ ആക്കിയത് കാണിച്ചു തരാൻ വേണ്ടിക്ക്. അപ്പം ആ ഭാഗങ്ങളെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിന്. റൂമിലേക്ക് വരുമ്പം തന്നെ ക്ലീൻ ആക്കിയതാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കണ്ണ് പൊത്ത് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളെ എന്താ പറയുക റൂമിലേക്ക് കയറ്റുന്ന ഭാഗങ്ങളെല്ലാം നല്ല വിറ്റുണ്ടായിട്ടുണ്ടായിന്. കാണിക്കാം കേട്ടോ. മാഷാ അല്ലാ എനിക്ക് ബെഡ്ഷീറ്റ് ഇരിക്കാനും എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ. അപ്പോൾ ഓനെല്ലാം ഉമ്മ വൃത്തിയാക്കുന്ന ടൈം സെറ്റാക്കി വെച്ചുകൊണ്ട് ഓനത് വൃത്തിയാക്കിയെന്ന് എനിക്ക് കാണിച്ചു തരുത്താണ് ഓരോരോ ഭാഗങ്ങളും. അപ്പോൾ ഇതാ നമ്മൾ റൂമിലെത്തി, കുളിച്ച് ഫ്രഷായി, ഉച്ചയ്ക്ക് കുറച്ച് ഉറങ്ങി എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം മോൻ്റെ ക്ലാസ്സിൻ്റെ ടൈം ആയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിന് മക്കളുടെ ക്ലാസ്സിനെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ ഒരുപാട് പാരൻസ് എനിക്ക് കമൻ്റ് ആക്കലുണ്ട്, അവർ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് അതിന് നല്ല റിസൾട്ട് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അത് കാണുമ്പം. ഇപ്പോഴും പല കുട്ടികളും ബേസിക് ഇഷ്യൂ കാരണം വിഷമിക്കുന്നവരുണ്ട്. അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഷെയർ ആക്കുന്നത്. നമ്മൾ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കും. നമ്മൾ പറയും, ചില പാരൻസ് പറയുന്നേക്കാം എത്ര പഠിപ്പിച്ചാലും എനിക്ക് തലയിൽ കയറുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ എക്സാമിൽ റിസൾട്ട് ഇല്ല. അപ്പോൾ നമ്മൾ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ചില കുട്ടികൾക്ക് ബേസിക് ഇഷ്യൂസ് ഉണ്ടാവും. മുതലേ പഠിക്കുന്ന അക്ഷരങ്ങളും കാര്യങ്ങളും 10th-ലെത്തിയിട്ടും +2-ലെത്തിയിട്ടും അറിയാത്ത കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്കില്ലേ നമ്മൾ ബേസിക് കൊടുക്കാണ്ട് വേറെന്ത് കൊടുത്തിട്ടും കാര്യമില്ല. അപ്പം ഇത് വെക്കേഷൻ ടൈമാണ്, നല്ലൊരു ടൈമാണ് കുട്ടികളുടെ ബേസിക് ക്ലിയർ ആക്കേണ്ടത്. കുട്ടികൾക്ക് എന്താ പറയുക വെക്കേഷനാണ്, എൻജോയ് ചെയ്യേണ്ട ടൈമാണ്, ഓക്കെ അതെല്ലാം ചെയ്യാം. പക്ഷേ നമ്മൾ 1 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാലേ അടുത്ത അക്കാദമിക് ഇയറിൽ കുട്ടികൾക്ക് നല്ല റിസൾട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് 1 മണിക്കൂർ അവർക്ക് എന്താണോ എന്താ പറയുക സ്റ്റഡീസിൽ പ്രോബ്ലം ആയിട്ടുള്ളത് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത അക്കാദമിക് ഇയർ ആകുമ്പോൾ അവർ സ്മാർട്ടായിട്ട് അവർക്ക് നല്ല റിസൾട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ മോൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കാം കേട്ടോ. മോനിപ്പോൾ ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞ കോഴ്സാണ് കേട്ടോ അറ്റൻഡ് ചെയ്യുന്നത്. ഓനെ കാണുന്നതിൽ നല്ല ആക്റ്റീവായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. Okay. So, listen here. 3 plus 2. So, total 1, 2, 3, 4, 5. So, answer is 5. Okay. So, I will show you a card. So, can you see this? 5 plus 3. So, take your finger, 5 fingers, take your 5 fingers. ഇവിടെ ഇപ്പം മോനും മോൻ്റെ ടീച്ചറും മാത്രമേ ഉള്ളൂ. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് കേട്ടോ ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ലിറ്റിൽ ജീനി കോഴ്സിലെ 1 ഇയർ കോഴ്സാണ്. ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് കിട്ടേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവില്ലേ, ലെറ്റേഴ്സ്, സൗണ്ട്സ്, പ്രൊനൗൺസിയേഷന്, റീഡിങ്, റൈറ്റിങ്, അതൊക്കെ ഇവരിലെ പ്രോപ്പറായിട്ട് തയ്യാറാക്കി കൊടുക്കും കേട്ടോ കുട്ടികൾക്ക്. സാധാരണ LKG UKG 2 വർഷം പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഇവർ ഒരു വർഷം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. നമ്മളിപ്പം കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കുട്ടികൾക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു കോഴ്സിലൂടെ ട്യൂഷനിലൂടെ അവർക്ക് കിട്ടും കേട്ടോ. ഇവിടെ ഇപ്പം മോനും ടീച്ചറും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ടീച്ചർ പാട്ട് പാടിയും കഥ പറഞ്ഞും മോനെ മാക്സിമം എൻഗേജിങ് ആക്കിയിട്ടാണ്, ഓനക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടാണ് കേട്ടോ ക്ലാസ് കൊടുക്കുന്നത്. സാധാരണ സ്കൂളിൽ 30-40 കുട്ടികളുണ്ടാകുമ്പോൾ ടീച്ചേഴ്സിന് എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പം നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും കേട്ടോ. ഓനക്കിപ്പില്ലേ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഓൻ തന്നെ ക്ലാസ്സിൻ്റെ ടൈം ആയി കഴിഞ്ഞാൽ വന്നിട്ട് പറയും ഉമ്മ ക്ലാസ്സിൻ്റെ ടൈമായി ടീച്ചർ വന്നിട്ടുണ്ടാവുന്നല്ലോ.
പിന്നെ കുട്ടികളുടെ സോഷ്യലായിട്ടുള്ള ഇൻട്രാക്ഷനും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വീക്കെൻഡ്സിൽ മറ്റു കുട്ടികളായിട്ടുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസും മറ്റും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെന്താ അതുപോലെ തന്നെ സ്പെഷ്യൽ ഡേയ്സിൽ ഇവർ സ്പെഷ്യൽ ഇവൻറ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഇൻ്റർവെല്ലിൽ ഈ ഒരു ലിറ്റിൽ ജീനി കോഴ്സ് മാത്രമല്ല കേട്ടോ, പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഡയറക്റ്റായിട്ട് അഡ്മിഷൻ കൊടുക്കില്ല. ആദ്യം കുട്ടികളെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തും. അത് എക്സാമൊന്നുമല്ല, അതൊരു ഇൻട്രാക്റ്റീവ് സെക്ഷനാണ്. അതിലൂടെ കുട്ടികൾ ഏതിലാണ് പിന്നോക്കാവസ്ഥ, എന്താ പറയുക, പഠനത്തിൽ എന്തുകൊണ്ടാണ് അവർക്ക് പഠിക്കാൻ കഴിയാത്ത, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തിയിട്ട് അതിനുള്ള സൊല്യൂഷനാണ് കേട്ടോ അവർ കൊടുക്കുന്ന. ബേസിക് ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് അത് ക്ലിയർ ചെയ്തിട്ടാണ് പിന്നെയുള്ള ക്ലാസ്സസ് അവർക്ക് കൊടുക്കാം. ഇപ്പം ബേസിക് ഇഷ്യൂ ഒന്നും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ഡയറക്റ്റ് അവർക്കുള്ള ക്ലാസ്, എന്താ പറയുക, ട്യൂഷൻ ക്ലാസ് അവർ കൊടുക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പം പഠിക്കാത്ത കുട്ടികൾക്ക് മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മളെ കുട്ടികൾ നല്ലോണം പഠിക്കുന്നവരാണെങ്കിലും അവർക്കും നമുക്ക് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാരണം അവരുടെ സ്റ്റഡീസ് കൂടുതൽ ബെറ്റർ ആക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ മൂത്ത 2 മക്കളും പിന്നെന്താ ഞാൻ ഇപ്പം ECPC എന്ന് പറഞ്ഞ കോഴ്സിൽ ജോയിൻ ചെയ്തതും എല്ലാം ഞാനൊരു വീഡിയോയിൽ ഷെയർ ആക്കിയിട്ടില്ലേ. പ്ലസ് ടു കഴിഞ്ഞവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിക്കാനും ജോലി ചെയ്യാനും ടീച്ചർ ആവാനുള്ള അവസരമൊന്നും അതിലൂടെ അവർ ഒരുക്കുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം. പിന്നെന്താ, ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ. മോൻ്റെ കാര്യത്തിൽ ഓന് ഭയങ്കര ഷൈ ആണ് ഉണ്ടായിട്ടുണ്ടായിന്. ഇപ്പം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഓനിപ്പം നല്ല ആക്റ്റീവാണ്. അപ്പം നമ്മുടെ മക്കളെ കാര്യത്തിൽ ആരെങ്കിലും വിഷമിക്കുന്നവരാണെങ്കിൽ അവർക്ക് ബേസിക് ക്ലിയർ ചെയ്ത് കൊടുക്കണം, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കണം എന്നെല്ലാം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ടൈമാണ് ഈ ഒരു വെക്കേഷൻ ടൈം. ഇന്ത്യയിൽ മാത്രമല്ല GCCയിലെ എല്ലാ കൺട്രീസിലും ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ സിലബസിലും ICSE, CBSE, സ്റ്റേറ്റ്, അങ്ങനെ എല്ലാ സിലബസിലും ഇവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക. എന്തായാലും ചെക്ക് ചെയ്തോട്ടോ. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റാണ് കേട്ടോ ഇത്. നമ്മൾ വേറെ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. അവരുടെ വിദ്യാഭ്യാസം, നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കൽ തന്നെയാണ് കേട്ടോ നമ്മളവർക്ക് കൊടുക്കുന്ന ബെസ്റ്റ് ഗിഫ്റ്റ്. പിന്നെന്താ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. റൂമിലെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഡേ ഇൻ മൈ ലൈഫും കുക്കിങ്ങും എല്ലാം ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം വീഡിയോ എന്താ പറയുക, ഇവിടെ വെച്ചിട്ട് നിർത്തുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും, ബൈ.